ഇന്നത്തെ സമഗ്ര റിപ്പോർട്ടുകളുമായി 1 PM ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ S. വിജയകുമാർ. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. ബംഗ്ലാദേശ് കലാപ കേസിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന കുറ്റക്കാരിയെന്ന് കോടതി. മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യം ചെയ്തു എന്നാണ് ധാക്കയിലെ ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ വിധിച്ചത്. വിദ്യാർത്ഥികൾക്കെതിരായ വെടിവെപ്പിനെ കുറിച്ച് ഷെയ്ഖ് ഹസീനയ്ക്ക് അറിയാമായിരുന്നു എന്നും കോടതി നിരീക്ഷിച്ചു. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് അജീഷ്, ഷെയ്ഖ് ഹസീനയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്, ഇന്ത്യയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. ഹസീന ഇന്ത്യയിലുണ്ട്, ഇന്ത്യയിലെ മീഡിയയുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചു. അവാമി ലീഗ് പ്രവർത്തകരോട് വിധി എതിരാണെങ്കിൽ തെരുവിലിറങ്ങണം എന്ന് ഹസീന ആഹ്വാനം ചെയ്തു എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിലെ കുറ്റക്കാരിയെന്ന് കണ്ടെത്തിയെന്നതിനപ്പുറത്തേക്ക് ശിക്ഷാവിധി ഇന്നുണ്ടാകുമോ? എന്താണ് വിവരങ്ങൾ? ഈ 2024 വിദ്യാർത്ഥി പ്രക്ഷോഭം അത് അടിച്ചമർത്തിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ കോടതി വിധി പറയുന്നത്. ഇതിൽ ഷെയ്ഖ് ഹസീന കുറ്റക്കാരി എന്നാണ് ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ കണ്ടെത്തിയിരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യം ചെയ്തുവെന്ന് കോടതി നിരീക്ഷിച്ചു. ബംഗ്ലാദേശ് നിയമപ്രകാരമാണ് ഇത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്തുവെന്ന് കണ്ടെത്തിയത്. കൂടാതെ വിദ്യാർത്ഥികൾക്കെതിരായ വെടിവയ്പ്പിനെ കുറിച്ച് ഹസീനയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു. വിചാരണ മാത്രമല്ല മാരകായുധങ്ങൾ ഈ പ്രതിഷേധക്കാർക്ക് നേരെ ഉപയോഗിച്ചുവെന്നും മനുഷ്യത്വരഹിതമായിട്ടുള്ള നടപടികളാണ് അക്കാലത്ത് സർക്കാർ എടുത്തതെന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി. എന്തായാലും ശിക്ഷാവിധി ഇന്നുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തമല്ല. എന്തായാലും ഹീനകൃത്യങ്ങൾക്ക് പിന്നിലെ മുഖ്യ സൂത്രധാര ഷെയ്ഖ് ഹസീന എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുള്ളത്. ഈ വിചാരണ കാലയളവിൽ ഒന്നും ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് കോടതിക്ക് മുന്നിൽ ഹാജരായിരുന്നില്ല. ഇന്ത്യയിലായിരുന്നു ഷെയ്ഖ് ഹസീന ഇക്കാലയളവിലൊക്കെ ഉള്ളത്. കഴിഞ്ഞ ദിവസം ഹസീനയുടെ ഒരു പ്രതികരണവും വന്നിരുന്നു. കങ്കാരു സർക്കാരിന്റെ കീഴിലുള്ള കോടതിയുടെ വിധി എന്നാണ് ഈ വിധി പ്രസ്താവത്തെക്കുറിച്ച് പറഞ്ഞത്. ഇതിന് പിന്നാലെ ഈ അവാമി ലീഗ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിരോധിക്കപ്പെട്ട പാർട്ടിയാണ്. ആ ലീഗ് പ്രവർത്തകർ നവംബർ 10 മുതൽ തന്നെ ബംഗ്ലാദേശിൽ വലിയ അക്രമങ്ങളാണ് അഴിച്ചുവിട്ടത്. പല പൊതു സ്ഥാപനങ്ങളും തീവയ്ക്കുകയും കൊള്ളിവെക്കുകയും ചെയ്തു. മാത്രമല്ല നിലവിലെ ഇടക്കാല പ്രധാനമന്ത്രി മുഹമ്മദ് യൂനിസ് സ്ഥാപിച്ച ഗ്രാമീൺ ബാങ്ക് പല സ്ഥലങ്ങളിലും അതും തീവയ്ക്കുകയും ചെയ്തു. അങ്ങനെ വലിയ പ്രക്ഷോഭങ്ങളാണ് ബംഗ്ലാദേശിൽ വീണ്ടും ഉടലെടുത്തത്. ഇത് കണക്കിലെടുത്ത് ഈ അവാമി ലീഗിന് വലിയ സ്വാധീനമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ സുരക്ഷാ സന്നാഹങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും വിധി എന്താണ് എന്നുള്ളതിന്റെ ആകാംക്ഷയിലാണ് എല്ലാവരും. വധശിക്ഷ നൽകണമെന്നാണ് നേരത്തെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. മാസ്റ്റർ മൈൻഡ് ആൻഡ് പ്രിൻസിപ്പൽ ആർക്കിടെക്ട് എന്നാണ് ഷെയ്ഖ് ഹസീനയെ കുറിച്ച് ഈ ജഡ്ജ്മെന്റിൽ പറയുന്നത്. എന്താണ് ശിക്ഷ എന്നറിയില്ല. പരമാവധി വധശിക്ഷ കിട്ടാനുള്ള സാധ്യത പോലുമുണ്ട് എന്നാണ് നിയമവിദഗ്ധരൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. അത് ഇന്ന് തന്നെ ഉണ്ടാകുമോ ശിക്ഷാ പ്രഖ്യാപനം എന്നത് ഒരുപക്ഷെ അല്പസമയത്തിനകം അറിയാം. ഏറ്റവും പുതിയ വിവരങ്ങളാണ് അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് നൽകിയത്. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. കണ്ണൂർ കരിവള്ളൂരിൽ BLO അനീഷ് ജോർജ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിഷേധം ആളുന്നു. ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നില്ല എന്ന ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് തള്ളി കുടുംബം. ജോലിയിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് അനീഷ് ജോർജ് 2 തവണ കളക്ടറെ കണ്ടെന്നും പരാതി മുഖവിലക്കെടുത്തില്ല എന്നും കുടുംബം ആരോപിക്കുന്നു. 78% ജോലിയും അനീഷ് ജോർജ് പൂർത്തിയാക്കിയിരുന്നുവെന്നും പരാതികളൊന്നും ഉണ്ടായില്ല എന്നുമാണ് കളക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നത്. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ ബൂത്ത് നമ്പർ 18 ബൂത്ത് ലെവൽ ഓഫീസറാണ് അനീഷ് ജോർജ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് 1065 എന്യൂമറേഷൻ ഫോമുകളാണ് അനീഷ് ജോർജിന് പൂർത്തിയാക്കാനുണ്ടായിരുന്നത്. ഇതിൽ 22% ജോലി മാത്രമായിരുന്നു ബാക്കി. ആത്മഹത്യ ചെയ്യുന്ന ദിവസം രാവിലെ ബൂത്ത് ലെവൽ സൂപ്പർവൈസർ അനീഷ് ജോർജിനെ ഫോണിൽ ബന്ധപ്പെടുകയും സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇനി 50 ഫോമുകൾ മാത്രമേ വിതരണം ചെയ്യാൻ ബാക്കിയുള്ളൂ എന്നും അത് ഒറ്റയ്ക്ക് ചെയ്തോളാമെന്ന് അനീഷ് ജോർജ് ബൂത്ത് ലെവൽ സൂപ്പർവൈസർക്ക് മറുപടി നൽകിയെന്നുമാണ് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിലുള്ളത്. ജോലിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നില്ലെന്നും വ്യക്തിപരമായി ആരെങ്കിലും സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ ജോലി സമ്മർദ്ദമില്ലെന്ന ജില്ലാ കളക്ടറുടെ വാദത്തെ തള്ളി അനീഷ് ജോർജിന്റെ കുടുംബം രംഗത്തെത്തി. ഇത്രയും ദിവസങ്ങളായിട്ട് അന്വേഷണം ഉറക്കമില്ല, ഭക്ഷണം കഴിക്കലില്ല. അപ്പോൾ ഈ വർക്ക് തീർക്കണം എന്നുള്ള ഇതുകൊണ്ട് മാത്രമാണ് അനീഷ് ഇങ്ങനെ ഇതൊന്നുമില്ലാതെ വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നത്. 1-2 വട്ടം അദ്ദേഹം കളക്ടറേറ്റിൽ പോയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പക്ഷെ അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടായില്ല. മക്കൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായ സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാതെ വന്നതും ഭക്ഷണവും ഉറക്കവും നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായതും അനീഷ് ജോർജിനെ മനോവിഷമത്തിലാക്കാൻ കാരണമായെന്നും കുടുംബം പറയുന്നുണ്ട്. 24 കണ്ണൂർ. BLOമാരുടെ ജോലി സമ്മർദ്ദത്തിന് തെളിവായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നോട്ടീസ്.
നവംബർ 15-നകം എന്യൂമറേഷൻ ഫോം വിതരണം പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശിക്കുന്ന നോട്ടീസ് 24 ലഭിച്ചു. BLOമാരുടെ ദുരിതം വിവരിക്കുന്ന വനിതാ ഉദ്യോഗസ്ഥയുടെ ശബ്ദ സന്ദേശവും പുറത്തുവന്നു. കണ്ണൂരിലെ BLO അനീഷ് ജോർജ് ജീവനൊടുക്കിയതിനു പിന്നാലെയാണ് BLOമാർ അനുഭവിക്കുന്ന ദുരിതം പുറത്തുവരുന്നത്. SCRുമായി ബന്ധപ്പെട്ട ഫോം വിതരണം കൃത്യമായി നടപ്പാക്കിയില്ലെന്നാരോപിച്ചാണ് കോഴിക്കോടും പാലക്കാട് നെന്മാറയിലും ആലത്തൂരിലും BLOമാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. നവംബർ 15-നുള്ളിൽ ഫോം വിതരണം 100% പൂർത്തിയാക്കണമെന്നായിരുന്നു നിർദ്ദേശം. ഇതിൽ BLOമാർ വീഴ്ച വരുത്തിയെന്നാണ് കാരണം കാണിക്കൽ നോട്ടീസിലുള്ളത്. ഇതിനിടെയാണ് വനിതാ ഉദ്യോഗസ്ഥ മേലുദ്യോഗസ്ഥനയച്ച ശബ്ദസന്ദേശം പുറത്തുവന്നത്. അനുഭവിക്കുന്നത് വലിയ പ്രതിസന്ധിയാണെന്നും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും കഴിയുന്നില്ലെന്നും ഈ ശബ്ദ സന്ദേശത്തിൽ ഉദ്യോഗസ്ഥ പറയുന്നു. ആൾക്കാർ നമ്മളെ വേറൊരു രീതിയിലാണ് എന്താ ഒറ്റയ്ക്ക് ഈ സമയത്ത് ഒരു പെൺകുട്ടി നടക്കണേന്ന് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഭക്ഷണ സമയത്ത് കഴിക്കാൻ പറ്റുന്നില്ല, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഞങ്ങൾ പെൺകുട്ടികൾ, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും ഒരുപാട് ഫിനോമിനയുണ്ട്. ഇതൊന്നും അഡ്രസ് ചെയ്യപ്പെടാതെ നിങ്ങൾ പറയുന്ന പണി മാക്സിമം ഞങ്ങൾ ചെയ്തിട്ടാണ് പോകുന്നത്. എറണാകുളം ഉദിയംപേരൂരിൽ SIR ഫോം വിതരണത്തിനിടെ നായ ഓടിച്ചു വീണ് BLOയ്ക്ക് പരിക്കേറ്റു. പരിചയമില്ലാത്ത വഴിയിലൂടെ യാത്ര ചെയ്തപ്പോഴാണ് നായ ഓടിച്ചത്. ഉദ്യോഗസ്ഥൻ ആശുപത്രിയിൽ ചികിത്സ തേടി. ന്യൂസ് ഡെസ്ക് 24. അനീഷ് ജോർജിന്റെ മരണത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി BLOമാർ. വ്യാജ റിപ്പോർട്ട് നൽകാൻ പ്രേരിപ്പിച്ചതാണ് അനീഷ് ജോർജിന് സമ്മർദ്ദമായത് എന്നാണ് ജീവനക്കാരുടെ ആരോപണം. മരണത്തിൽ CPMന് പങ്കുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. നമ്മൾ മണി നെറ്റ്വർക്ക് ചെയ്യുന്ന പോലെ BLOമാർക്കും ഡെയിലി ടാർഗറ്റ് കൊടുത്തുകൊണ്ടാണ് അവരെ വർക്ക് ചെയ്യിക്കുന്നത്. ഒരു BLOർക്ക് 500ഓളം വീട് വരുന്നുണ്ട്. അനീഷ് ജോർജിന്റെ മരണത്തിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് BLO ജോലിക്കായി നിയോഗിക്കപ്പെട്ട സർക്കാർ ജീവനക്കാർ. ഇന്ന് SIR നടപടികൾ ബഹിഷ്കരിച്ചായിരുന്നു BLOമാരുടെ കൂട്ടായ്മയുടെ പ്രതിഷേധം. വിവിധ സർവീസ് സംഘടനകൾ പ്രതിഷേധം തുടരുകയാണ്. വ്യാജ റിപ്പോർട്ട് നൽകാൻ പ്രേരിപ്പിച്ചതാണ് അനീഷ് ജോർജിന് സമ്മർദ്ദമായതെന്നാണ് ജോയിന്റ് കൗൺസിൽ ഭാരവാഹികളുടെ ആരോപണം. ഒരു പരാതിയും ലഭിച്ചില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞത് പച്ചക്കള്ളമെന്നും ജോയിന്റ് കൗൺസിൽ. ഇലക്ഷൻ കമ്മീഷൻ വീഴ്ച വന്നത് മറച്ചുവെച്ചുകൊണ്ട് BLOമാരെയും ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്ന താഴെത്തൊട്ടുള്ള ജീവനക്കാരെയും ബലി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അനീഷിന്റെ മരണത്തിൽ CPIMന് പങ്കുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. അതിൽ CPM പ്രവർത്തകരുടെ പങ്കുകൂടി ഉണ്ട് എന്നാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ വെളിപ്പെടുത്തുന്നത്. അതേസമയം കോൺഗ്രസിന്റേത് അസംബന്ധ പ്രചാരണമാണെന്നാണ് CPIMന്റെ മറുപടി. തികച്ചും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നടത്തുന്ന ഈ ഒരു അപവാദ പ്രചരണം അത് ജനങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി പോകുന്നില്ല. ഈ നാട്ടുകാരും അത് വിശ്വസിക്കാൻ വേണ്ടി പോകുന്നില്ല. SIR നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് കോൺഗ്രസും വ്യക്തമാക്കി. 24 കണ്ണൂർ. അതിനിടെ കാസർഗോഡ് SIR ജോലിക്കിടെ BLO കുഴഞ്ഞു വീണു. ബെളാൽ പഞ്ചായത്തിലെ മേക്കയം അങ്കണവാടി ടീച്ചർ ശ്രീജയാണ് കുഴഞ്ഞു വീണത്. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകും. കാസർഗോഡ് നിന്ന് അരുൺ, എന്താണ് അവിടെ സംഭവിച്ചത്? വിജയകുമാർ, ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടന്നത്. ബെളാൽ പഞ്ചായത്തിലെ മേക്കയം അംഗൻവാടി ടീച്ചർ ശ്രീജയാണ് കുഴഞ്ഞു വീണത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വീടുകൾ കയറുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ ഒരു ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുന്നത്. വീണ ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് കൊന്നക്കട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇപ്പോൾ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെന്നാണ് ഡോക്ടർമാർ ഉൾപ്പെടെ പറയുന്നത്. വെള്ളരിക്കുണ്ട് തഹസിൽദാർ, വില്ലേജ് ഓഫീസർ എന്നിവർ ആശുപത്രിയിലെത്തി ഈ വിവരങ്ങളൊക്കെ തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ശ്രീജയുടെ ആരോഗ്യനില എങ്ങനെയുണ്ടെന്ന കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചിട്ടുണ്ട്. ആരോഗ്യനില തൃപ്തികരമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. വിജയകുമാർ. അരുൺ പാറക്കിലാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ്. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. സർക്കാർ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നു എന്ന് ഹൈക്കോടതി. INTUC നേതാവ് R ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നിഷേധിച്ചതാണ് വിമർശനത്തിന് കാരണമായത്. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ, കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ MD KA രതീഷ് എന്നിവരാണ് പ്രതികൾ. ഇരുവർക്കുമെതിരെ കുറ്റപത്രം സമർപ്പിക്കാൻ പ്രോസിക്യൂഷൻ അനുമതി തേടി CBI സർക്കാരിനെ സമീപിച്ചിരുന്നു. അഴിമതി നിരോധന നിയമം ചുമത്തണമെങ്കിൽ സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി നൽകേണ്ടതുണ്ട്. 3 തവണ CBI ആവശ്യപ്പെട്ടിട്ടും സർക്കാർ അനുമതി നൽകിയില്ല. കേസ് വീണ്ടും ഹൈക്കോടതി പരിഗണിച്ചപ്പോൾ പുനഃപരിശോധിക്കാമെന്ന് സർക്കാർ ഉറപ്പു നൽകി. എന്നാൽ കോടതി നിർദ്ദേശപ്രകാരം പുറത്തിറക്കിയ പുതിയ ഉത്തരവിലും പ്രോസിക്യൂഷൻ അനുമതി നൽകിയിരുന്നില്ല. ഇതിലാണ് ജസ്റ്റിസ് ബദറുദ്ദീൻ സർക്കാരിനെ വിമർശിച്ചത്. അഴിമതിക്കാരെ ഇടത് സർക്കാർ സംരക്ഷിക്കുന്നത് എന്തിനാണ്? പ്രോസിക്യൂഷന് അനുമതി നൽകാത്തത് എന്തുകൊണ്ടാണെന്നും കോടതി ചോദിച്ചു.
നിയമത്തെ അംഗീകരിക്കുന്ന നിലപാടാണ് സർക്കാരിൽ നിന്നും ഉണ്ടാകേണ്ടതെന്നും കോടതി ഓർമ്മിപ്പിച്ചു. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന് കുരുക്കുമുറുകുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കാൻ പത്മകുമാർ നിർബന്ധിച്ചു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ദേവസ്വം ജീവനക്കാർ മൊഴി നൽകിയത്. സ്വർണ്ണക്കൊള്ളയിൽ SIT സംഘം സന്നിധാനത്ത് ശാസ്ത്രീയ പരിശോധന നടത്തും. കേസിലെ FIR ആവശ്യപ്പെട്ട് ED നൽകിയ ഹർജി ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനയ്ക്ക് വിട്ടു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൈവിട്ട് സഹായിച്ചെന്നാണ് ഉദ്യോഗസ്ഥരുടെ മൊഴികളിലുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായം നൽകാൻ പത്മകുമാർ നിർബന്ധിച്ചെന്നാണ് മൊഴി. ശബരിമല ഗസ്റ്റ് ഹൌസുകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒന്നിലധികം മുറികൾ നൽകി. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിച്ചിരുന്നത് പ്രസിഡന്റിന് അനുവദിച്ചിരുന്ന മുറിയാണ്. പൂജകൾ ബുക്ക് ചെയ്യുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പ്രത്യേക പരിഗണന ലഭിച്ചിരുന്നു. സന്നിധാനത്ത് നട അടച്ചിരുന്ന സമയത്ത് പോലും ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയെന്നും അക്കാലത്തെ ദേവസ്വം ജീവനക്കാരുടെ മൊഴിയിലുണ്ട്. അതേസമയം സന്നിധാനത്ത് ഉച്ചപൂജ പൂർത്തിയായ ശേഷം പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത് ശാസ്ത്രീയ പരിശോധന നടത്തും. ദ്വാരപാലക ശില്പങ്ങളിലെ അടക്കം സ്വർണ്ണപ്പാളികൾ ഇളക്കി പരിശോധിക്കും. രാസപരിശോധനയ്ക്ക് വിധേയമാക്കാൻ 1 സെന്റിമീറ്റർ വ്യാപ്തിയിൽ സ്വർണം ശേഖരിക്കും. കേസിൽ ക്രൈംബ്രാഞ്ച് FIR ആവശ്യപ്പെട്ട് ED സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് തീരുമാനമെടുത്തില്ല. EDയുടെ ഹർജി ചീഫ് ജസ്റ്റിസിന് വിട്ടു. 24, പത്തനംതിട്ട. സന്നിധാനത്തെ SITയുടെ പരിശോധന ഉടൻ തുടങ്ങും. അവിടെ നിന്ന് MG പ്രതീഷാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. പ്രതീഷ്, പരിശോധനയുടെ നടപടിക്രമങ്ങളിലേക്ക് SIT കടന്നിട്ടുണ്ടോ? ഉദ്യോഗസ്ഥർ രാവിലെ തന്നെ അവിടെ എത്തിയിരുന്നല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? വിജയകുമാർ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർണായകമായ നീക്കമാണ് ശബരിമല സന്നിധാനത്ത് നടക്കുന്നത്. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഈ പ്രധാനപ്പെട്ട ഈ തെളിവുകളിൽ ഒന്നായ സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനയാണ് അന്വേഷണ സംഘം അല്പസമയത്തിനകം തന്നെ നടത്തുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ഈ ശാസ്ത്രീയ പരിശോധനയ്ക്കായി SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ശബരിമല സന്നിധാനത്ത് എത്തിയിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 1 മണിക്ക് ശേഷം ഈ ശാസ്ത്രീയ പരിശോധന നടത്താനുള്ള അനുമതിയാണ് ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ ഈ പരിശോധനയിലേക്ക് അന്വേഷണ സംഘം കടക്കും. ഈ SIT സംഘത്തിൽ വിദഗ്ധരുടെ ഒരു ടീമിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരായിരിക്കും ഈ സ്വർണ്ണ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും കട്ടിളപ്പാളികളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയതിനു ശേഷം തിരികെ എത്തിച്ചത് യഥാർത്ഥ സ്വർണ്ണപ്പാളിയാണോ എന്നതാണ് പ്രധാനമായും അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ഈ സ്വർണ്ണ കൊള്ള കേസിൽ ഇത് നിർണായകമായ ഒരു തെളിവാണ്. കാരണം ഇതിൽ വലിയ തിരിമറി നടത്തിയിട്ടുണ്ട്. ഈ വിഗ്രഹ കച്ചവടം ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം അന്വേഷണ സംഘവും കോടതിയും ഉൾപ്പെടെ സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഏറെ നിർണായകമാണ് ഈ ശാസ്ത്രീയ പരിശോധന. ഇതിൽ തിരിമറി നടത്തിയിട്ടുണ്ടോ, മറ്റൊരു സ്വർണ്ണപ്പാളി നിർമ്മിച്ച് അതിന് പകരമായി ശബരിമലയിൽ നൽകിയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഇതിന്റെ ഒരു ശാസ്ത്രീയ പരിശോധന ശബരിമലയിൽ നടത്തുന്നത്. ശബരിമല ശ്രീകോവിലിന് മുന്നിലുള്ള 2 ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും സാമ്പിളുകൾ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിക്കും. അതായിരിക്കും ശാസ്ത്രീയ പരിശോധന നടത്തുന്നത്. നേരത്തെ ഈ വിജയമല്യ സ്വർണം പൊതിഞ്ഞ ഈ ദ്വാരപാലക ശില്പങ്ങൾ പിന്നീട് ചെമ്പെന്ന് രേഖപ്പെടുത്തിയാണ് അറ്റകുറ്റപ്പണിക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തത്. അതിൽ തന്നെ വലിയ അട്ടിമറിയും ഗൂഢാലോചനയും നടന്നിട്ടുണ്ട്. അതിൽ കൂടുതൽ എന്തായാലും SIT വളരെ നിർണായക നീക്കത്തിന് ഒരുങ്ങുകയാണ്. അവിടെ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രതീക്ഷ. സ്വർണ്ണ സാമ്പിളുകൾ ശേഖരിച്ച് അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് നൽകുകയാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അനുമതിയോടെയാണ് അന്വേഷണം നടക്കുന്നത്. വിശദാംശങ്ങളാണ് പ്രതീഷ് നൽകിയത്. ഇനി നോക്കാം ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം. വൃശ്ചികപ്പുലരിയിൽ ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. പുലർച്ചെ 3 മണിക്ക് നട തുറന്നതു മുതൽ മരക്കൂട്ടം വരെ തീർത്ഥാടകരുടെ നീണ്ട നിരയായിരുന്നു. 1 ലക്ഷത്തിനടുത്ത് തീർത്ഥാടകർ ഇന്ന് ശബരിമലയിലെത്തും എന്നാണ് കണക്കുകൂട്ടൽ. വൃശ്ചികപ്പുലരിയിൽ അയ്യപ്പനെ കാണാൻ തീർത്ഥാടകരുടെ ഒഴുക്കായിരുന്നു ശബരിമല സന്നിധാനത്തേക്ക്. പുതിയ മേൽശാന്തിയായി ചുമതലയേറ്റ ED പ്രസാദ പുലർച്ചെ 3 മണിക്ക് നട തുറന്നു. പതിനെട്ടാം പടിയും നടപ്പന്തലും കടന്ന് മരക്കൂട്ടം വരെ തീർത്ഥാടകരുടെ നീണ്ട നിര. വെർച്വൽ ക്യൂ വഴിയുള്ള 70,000 തീർത്ഥാടകർ ഉൾപ്പെടെ 1 ലക്ഷത്തോളം തീർത്ഥാടകർ ഇന്ന് ശബരിമലയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
രാവിലെ കാനനപാത തുറന്നതോടെ സത്രം വഴിയും തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തിത്തുടങ്ങി. ഭക്തരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കാണ് പരിഗണനയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. തീർത്ഥാടകരുടെ അടിസ്ഥാന സൗകര്യം, സുരക്ഷിതത്വം, ശുചിത്വം, പിന്നെ സുതാര്യത ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. സുതാര്യതയുണ്ടോ, സുരക്ഷിതത്വമുണ്ടോ, ശുചിത്വമുണ്ടോ, ഇത്തരം കാര്യങ്ങൾ എന്താണ് നമ്മൾ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്, അത് കുറ്റമറ്റതാണോ, ആ ക്രമീകരണങ്ങളിൽ വല്ല വിള്ളൽ ഉണ്ടായിട്ടുണ്ടോ, ഇതൊക്കെ പരിശോധിക്കും. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സന്നിധാനത്ത് അവലോകന യോഗം ചേർന്നു. തിരക്ക് വർദ്ധിച്ചതോടെ പമ്പയിൽ നിന്ന് നിയന്ത്രണങ്ങളോടെയായിരിക്കും ഭക്തരെ കയറ്റിവിടുക. 24 സന്നിധാനം. കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകി കോഴിക്കോട് BLO അസ്ലം PM. വിതരണം ചെയ്ത എന്യൂമറേഷൻ ഫോമുകൾ കുറവാണ് എന്ന ആരോപണം തെറ്റാണ്. 500-ലധികം ഫോമുകൾ വിതരണം ചെയ്തിട്ടുണ്ട് എന്ന് BLO മറുപടി നൽകി. മിഥില ബാലൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. മിഥില, എന്താണ് അദ്ദേഹത്തിന്റെ വിശദീകരണം? ഈ വിശദീകരണം തൃപ്തികരം എന്ന് കളക്ടർ അംഗീകരിച്ചിട്ടുണ്ടോ? വിജയകുമാർ, ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വിശദീകരണം നൽകിയിരിക്കുന്നു. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇയാൾക്കെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങൾ, വീഴ്ച എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ തെറ്റാണെന്ന് പറയുന്നു. ഇപ്പോൾ അസ്ലം തന്നെ എനിക്കിപ്പം ചേരുന്നുണ്ട്. താങ്കൾക്കാണ് ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് കിട്ടിയിരിക്കുന്നത്. താങ്കൾ മറുപടി കൊടുക്കുകയും ചെയ്തു. എന്താണ് മറുപടി കൊടുത്തിരിക്കുന്നത്? മറുപടി കൊടുത്തതിൽ അതിൽ പരാമർശിക്കുന്ന കാര്യം തെറ്റാണ്. കാരണം അതിൽ 300 സംതിങ് വോട്ട് ഇത് മാത്രം സ്ലിപ്പ് ഞാൻ വിതരണം ചെയ്തിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് തെറ്റാണ്. അത് എന്തോ സിസ്റ്റം എറർ ആയിരിക്കും, അവിടെ അപ്ഡേഷൻ നടക്കാത്തതായിരിക്കും. ആ സമയത്ത് തന്നെ 500-ൽ കൂടുതൽ സ്ലിപ്പ് ഞാൻ വിതരണം ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബൂത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ ഫെമിലിയർ അല്ലാത്തൊരു ബൂത്താണ്. കാരണം അവിടെ ഒരു ഫോം വിതരണം ചെയ്യണമെങ്കിൽ എനിക്ക് ഈ ഫോട്ടോ അഡ്രസ്സോ നോക്കി വെരിഫൈ ചെയ്തിട്ട് പോകാൻ പറ്റില്ല. കാരണം അത് അടുത്തടുത്ത വീടുകളിൽ കയറി ചോദിച്ച് അങ്ങനെ പോകണം. പിന്നെ ഈ ഒരു ഫോം നമ്മൾ വിതരണം ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഇട്ട് കൊടുത്ത് പോരാൻ പറ്റില്ല. ഒരു ഫോം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ജെന്യൂനായിട്ട് സംശയങ്ങളുണ്ടാവും. ഈ 2002-ലെ ഡീറ്റെയിൽ എവിടെ നിന്ന് കിട്ടും, ഇത് എങ്ങനെ ഫില്ല് ചെയ്യണം, എപ്പോഴാണ് നിങ്ങൾ തിരിച്ചു വാങ്ങാൻ വരിക, എത്ര സമയം കൊണ്ട് ഞങ്ങളിത് ഫില്ല് ചെയ്തൊക്കെ, ഈ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മറുപടി കൊടുത്താൽ മതിയാവും. അല്ലാതെ നമുക്ക് ആ ഫോം അവിടെ കൊടുത്ത് പോരാൻ പറ്റില്ല. മറുപടി കൊടുത്ത സമയത്ത് എന്തായിരുന്നു അവരുടെ ഒരു പ്രതികരണം? താങ്കൾ കൊടുത്ത മറുപടി വായിച്ചു നോക്കിയോ? എന്തായിരുന്നു? ഇല്ല, ഞാൻ ആ കൊടുത്ത മറുപടി ആ സമയത്ത് ഇവിടെ ഷോക്കോസിന് ഞാൻ മറുപടിയായിട്ട് വന്നു കഴിഞ്ഞ് ഇവിടെ സബ് കളക്ടർക്ക് അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വാങ്ങിക്കുക എന്താണ് എൻ്റെ പ്രശ്നമൊന്നും മനസ്സിലാക്കുകയില്ല. ഒരു മുൻവിധിയോട് കൂടെ എന്നോട് പെരുമാറുക ചെയ്ത്. വളരെ മോശമായ രീതിയിലാണ് അദ്ദേഹം ബിഹേവ് ചെയ്തത്. താങ്കൾ നേരത്തെ പറയണ്ടേ സബ് കളക്ടർ ഉൾപ്പെടെയുള്ള ഭാഗത്തുനിന്ന് ഭയങ്കര മോശം സമീപനമാണ് ഉണ്ടായതെന്ന്. എന്താണ് ഉണ്ടായത്? ഒപ്പം തന്നെ ഒരു വേലക്കാരനെ പോലെ പെരുമാറുന്നു, അത്തരം കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. അല്ല, ഇത് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരാണ്. ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. കാരണം ഇത് വേറെ ഇതല്ല, നമ്മളെ അഡീഷണലി നമ്മൾ ഇഷ്ടത്തോടു കൂടി. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. ഈ വിശദീകരണം നൽകിയ അസ്ലമാണ് മിഥിലയ്ക്കൊപ്പം ചേർന്നത്. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. സൗദി അറേബ്യയിൽ ഉംറ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ട് 40-ലേറെ പേർക്ക് ദാരുണാന്ത്യം. ഹൈദരാബാദ് സ്വദേശികളാണ് മരിച്ചത്. മദീനയ്ക്ക് സമീപം ഉംറ തീർത്ഥാടകരുടെ ബസ് ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ കൺട്രോൾ റൂം തുറന്നു. അപകടത്തിൽ ദുഃഖം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മക്കയിൽ ഉംറ തീർത്ഥാടനം പൂർത്തിയാക്കി മദീന സന്ദർശനത്തിന് പോയ തീർത്ഥാടകരുടെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ചരിത്രസ്ഥലമായ ബദർ വഴി മദീനയിലേക്ക് പുറപ്പെട്ട ബസ് മദീനയിൽ എത്തുന്നതിന് ഏതാണ്ട് 160 കിലോമീറ്റർ മുമ്പ് മുഫറഹാത്ത് എന്ന സ്ഥലത്ത് വെച്ചാണ് അപകടത്തിൽപ്പെടുന്നത്. ഒരു ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ച ബസ് കത്തി നശിച്ചു. 43 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. ഇതിൽ ഭൂരിഭാഗവും ഹൈദരാബാദ് സ്വദേശികളായിരുന്നു. 42 പേരും അപകടത്തിൽ മരിച്ചതായാണ് റിപ്പോർട്ട്. ഒരാൾ രക്ഷപ്പെട്ടു. മരിച്ചവരിൽ 11 സ്ത്രീകളും 20 കുട്ടികളുമുണ്ട്. ഇന്നലെ രാത്രി സൗദി സമയം ഏതാണ്ട് 11 മണിയോടെയാണ് അപകടമുണ്ടാകുന്നത്. താമസിയാതെ തന്നെ പോലീസും സിവിൽ ഡിഫൻസും സ്ഥലത്തെത്തി. മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരുക്കേറ്റ തീർത്ഥാടകനെ ആശുപത്രിയിലേക്ക് മാറ്റി. മറ്റു നടപടിക്രമങ്ങൾക്കായി ഇന്ത്യൻ കോൺസുലേറ്റ് രംഗത്തുണ്ട്. 24 ജിദ്ദ. ഡൽഹി സ്ഫോടന കേസിൽ മുഖ്യപ്രതി ഉമർ നബിയുടെ കൂട്ടാളി അമീർ റഷീദിനെ 10 ദിവസത്തെ NIA കസ്റ്റഡിയിൽ വിട്ടു. ഡൽഹി പാട്ടേല ഹൗസ് കോടതിയുടേതാണ് തീരുമാനം. ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ ചാവേർ ആക്രമണത്തിന്റെ ഗൂഢാലോചനയിൽ അമീറിന് നിർണായക പങ്കുണ്ട് എന്ന് NIA കോടതി അറിയിച്ചു. സ്ഫോടനത്തിൽ ഭീകര സംഘടന ലഷ്കർ-ഇ തയ്യബയ്ക്ക് ബന്ധമുണ്ടോ എന്ന് NIA പരിശോധിക്കുകയാണ്. ലഷ്കർ-ഇ തയ്യബ ഭീകരർ സൈഫുള്ള സൈഫിന്റെ ബംഗ്ലാദേശ് സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇക്കാര്യം ദേശീയ അന്വേഷണ ഏജൻസി പരിശോധിക്കുന്നത്.
ബീഹാറിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച. ഇത്തവണയും 2 ഉപമുഖ്യമന്ത്രിമാരുണ്ടാകും. സർക്കാർ രൂപീകരണത്തിന് മുന്നോടിയായി നിതീഷ് കുമാർ ഗവർണറെ കണ്ട് രാജി സമർപ്പിച്ചു. അതിനിടെ RJDയിൽ നിന്നും കുടുംബത്തിൽ നിന്നും പുറത്തായ ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജ് പ്രതാപ് യാദവ് NDAയുമായി കൈകോർക്കും. ബീഹാറിൽ 10ാം തവണയാണ് മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ എത്തുന്നത്. പട്നയിലെ ഗാന്ധി മൈതാനത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. സർക്കാർ രൂപീകരണത്തിന് മുന്നോടിയായി നിതീഷ് കുമാർ രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടു. ഇത്തവണയും 2 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകും. BJPയിൽ നിന്ന് 16 പേരും JDUവിൽ നിന്ന് 15 പേരും മന്ത്രിസഭയിലേക്ക് എത്തും. LJPക്ക് 3 മന്ത്രിസ്ഥാനങ്ങൾ നൽകിയേക്കും. ഹിന്ദുസ്ഥാൻ ആവാ മോർച്ചയ്ക്കും രാഷ്ട്രീയ ലോക് മോർച്ചയ്ക്കും ഓരോ മന്ത്രിസ്ഥാനങ്ങൾ നൽകും. कितने मंत्री बन रहे हैं उसका नाम तो आ ही रहा है कि 35-36 मंत्री बनेंगे. उसमें 15-16 भाजपा के होंगे, 14-15 होंगे इनका JDU के, और 3 होंगे लोजपा के, और 1-1 होंगे हिंदुस्तानी आवाम मोर्चा सेकुलर के और लोजपा के. BJP നിയമസഭാ കക്ഷിയോഗം നാളെ ചേരും. പിന്നാലെ NDA യോഗം ചേരും. भारतीय जनता पार्टी के अटल सभागार में विधायक दल की बैठक है और भारतीय जनता पार्टी विधायक दल की बैठक में अपने नेता का चयन करेगी. उसमें केंद्र से भी हमारे ऑब्जर्वर आएंगे और उसके बाद जो है फिर NDA और फिर सरकार गठन का काम पूरा कर लिया जाएगा. തെരഞ്ഞെടുപ്പിൽ നേരിട്ട പരാജയത്തിന് പിന്നാലെ ലാലു പ്രസാദ് യാദവിന്റെ മൂത്ത മകൻ തേജ് പ്രതാപ് യാദവ് NDAക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. RJD വിട്ട സഹോദരി രോഹിണി ആചാര്യയും തേജ് പ്രതാപ് യാദവ് തന്റെ പാർട്ടിയായ ജനശക്തി ജനതാളിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. 24 ഡൽഹി. ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് ശബരിമലയിൽ അവിടെ ശാസ്ത്രീയ പരിശോധന നടക്കുകയാണ്. SP ശശിധരന്റെ നേതൃത്വത്തിൽ പരിശോധന നടക്കുകയാണ്. ശ്രീകോവിലിൽ സ്വർണം പൊതിഞ്ഞ ഇടങ്ങളിൽ ഈ പരിശോധന നടക്കുന്നുണ്ട്. അത് ആ ഫ്രെയിം വീഡിയോ ചിത്രീകരണത്തിന് വേണ്ടിയിട്ട് അവിടെ സ്ഥാപിച്ചിരുന്ന സ്വർണ്ണപ്പാളികൾ, ആ ഫ്രെയിമിലുള്ള സ്വർണ്ണപ്പാളികൾ ഇളക്കി അതിലെ സ്വർണത്തിൻ്റെ അളവ് കൃത്യമായി പരിശോധിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അവിടെ സ്പെഷ്യൽ കമ്മീഷണർ SIT സംഘത്തിനൊപ്പം ചേർന്നിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരെയും കാണാം. MG പ്രതീഷ് വിവരങ്ങൾ നൽകും. പ്രതീഷ്, പരിശോധന ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അത് അധിക സമയം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയ ആയിരിക്കുമോ? വിജയകുമാർ, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് വിശദമായ പരിശോധനയാണ് SIT നടത്തുന്നത് എന്നതാണ്. കേവലം സ്വർണ്ണപ്പാളികളിലോ അല്ലെങ്കിൽ കട്ടിളപ്പാളികളിലോ മാത്രമല്ല SITയുടെ പരിശോധന. ശബരിമലയിൽ സ്വർണം പൊതിഞ്ഞ എല്ലായിടങ്ങളിലും SIT പരിശോധന, ശാസ്ത്രീയ പരിശോധന നടത്തുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അയ്യപ്പന്റെ ചരിത്രം ആലേഖനം ചെയ്ത സ്വർണ്ണപ്പാളി ഇപ്പോൾ SIT സംഘം അഴിച്ച് എടുത്തിട്ടുണ്ട്. ഇതിന്റെ തൂക്കമടക്കം SIT സംഘം പരിശോധിക്കും. അതിൽ നിന്നുൾപ്പെടെ സാമ്പിളുകൾ ശേഖരിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പാളി ഇടത് ഭാഗത്ത് പുറകുവശത്തുള്ള ഒരു വശത്തെ പാളിയാണ് ഇപ്പോൾ SIT സംഘം അഴിച്ചെടുത്തിരിക്കുന്നത്. ഇതിന്റെ ശില്പി ഒപ്പം അതുമായി ബന്ധപ്പെട്ട വിദഗ്ധ ജീവനക്കാരെ ഉൾപ്പെടെ കൊണ്ടുവന്ന ശേഷമാണ് ആ പാളി ഇപ്പോൾ അഴിച്ചു മാറ്റിയിരിക്കുന്നത്. അഴിച്ചുമാറ്റിയ പാളിയിലും SIT സംഘം പരിശോധന നടത്തും. ഇപ്പോൾ ഈ ശ്രീകോവിലിന് മുന്നിലാണ് SIT സംഘം ഉള്ളത്. ദ്വാരപാലക ശില്പങ്ങളിലായിരിക്കും ഇനി പരിശോധന നടത്തുന്നത്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണർ ജയകുമാറും ഇപ്പോൾ SIT സംഘത്തിനോടൊപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ ഉൾപ്പെടെ ഒരു മേൽനോട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു ശാസ്ത്രീയ പരിശോധന നടത്തുന്നത്. സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം അന്തിമ ഘട്ടത്തിലേക്ക് പോകുന്ന സമയത്താണ് ഒരു നിർണായകമായ നീക്കം SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അത് ശബരിമലയിൽ നേരത്തെ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ പാളികളിൽ ശാസ്ത്രീയ പരിശോധന നടത്തുന്ന ഒരു നടപടികളിലേക്കാണ് SIT സംഘം കടന്നിരിക്കുന്നത്. പ്രധാനമായും ഈ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ടാണ് വലിയ അട്ടിമറിയും ഗൂഢാലോചനയും ക്രമക്കേടും മോഷണവും ഒക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത്. ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും സാമ്പിളുകൾ SIT സംഘം ശേഖരിക്കും. ശാസ്ത്രീയ പരിശോധനയിലൂടെ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയി തിരികെ എത്തിച്ചത് യഥാർത്ഥ സ്വർണ്ണപ്പാളിയാണോ എന്ന് തിരിച്ചറിയാനാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. ആ ശാസ്ത്രീയ പരിശോധനയാണ് ദ്വാരപാലക ശില്പങ്ങളിൽ ഇനി നടക്കാനുള്ളത്. ദ്വാരപാലക ശില്പങ്ങളുടെയും ഒപ്പം കട്ടിളപ്പാളിയുടെയും ശാസ്ത്രീയ പരിശോധന നടക്കും. നിശ്ചിത സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടായിരിക്കും സന്നിധാനത്ത് വളരെ പ്രധാനപ്പെട്ട ആ പരിശോധനയാണ് SIT നടത്തുന്നത്. സ്വർണ്ണപ്പാളികളിൽ പരിശോധന നടത്തുന്നു. എല്ലായിടത്തും അവിടെ സ്വർണ്ണം
പൊതിഞ്ഞ് എല്ലായിടത്തും ആ പരിശോധന നടക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ നീക്കം. പ്രതീക്ഷയാണ് വിശദാംശങ്ങൾ നൽകിയത് സന്നിധാനത്ത്. മീഡിയ രംഗത്തെ ദേശീയ പുരസ്കാരങ്ങളായ E4M മീഡിയ എയ്സ് അവാർഡ്സിൽ അഭിമാന നേട്ടവുമായി വളപ്പില കമ്മ്യൂണിക്കേഷൻ. രണ്ടാമത്തെ മികച്ച ഇൻഡിപെൻഡന്റ് ഏജൻസി ഓഫ് ദ ഇയർ പുരസ്കാരം വളപ്പില കമ്മ്യൂണിക്കേഷൻസും രണ്ടാമത്തെ ഇൻഡിപെൻഡന്റ് ഏജൻസി ഹെഡ് ഓഫ് ദ ഇയർ പുരസ്കാരം മാനേജിംഗ് ഡയറക്ടറായ ജെയിംസ് വളപ്പിലയും സ്വന്തമാക്കി. മുംബൈയിൽ നടന്ന ചടങ്ങിൽ വളപ്പില കമ്മ്യൂണിക്കേഷൻസ് മാനേജിംഗ് ഡയറക്ടർമാരായ ജെയിംസ് വളപ്പില, ജോൺസ് വളപ്പില, ഡയറക്ടറായ ലിയോ വളപ്പില എന്നിവർ ചേർന്ന് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. മികച്ച ഇൻഡിപെൻഡന്റ് ഏജൻസി ഓഫ് ദ ഇയർ പുരസ്കാരവും ഇൻഡിപെൻഡന്റ് ഏജൻസി ഹെഡ് ഓഫ് ദ ഇയർ പുരസ്കാരവും പ്രചാർ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ വേതാങ് ജെയിൻ നേടി.